അതെ, കഷ്ണങ്ങളൊന്നുമില്ലാത്ത എന്നാൽ രുചിക്ക് യാതൊരു കുറവുമില്ലാത്ത ഒരു മോരുകറി റെഡിയാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, ഇഞ്ചി കൊത്തി അരിഞ്ഞ് കുറച്ച് വെച്ചിട്ടുണ്ട്, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത് നമുക്ക് ഇനിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇത് മീൻ വെക്കുന്ന ചട്ടിയൊന്നുമല്ല കേട്ടോ. ഈ മീൻ വെക്കുന്ന ചട്ടിയിൽ ഞാൻ മോരുകറി വെച്ചു എന്ന് പറഞ്ഞ് തന്നെ പൊങ്കാല ഇടല്ലേ. ഇത് എനിക്ക് ചട്ടികൾ ഒരുപാടുണ്ട്. മീൻ കറി വെക്കണത് വേറെ, പച്ചക്കറി വെക്കണത് വേറെ, അങ്ങനെ. അപ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇടാതെ മോരുകറി വെക്കും കേട്ടോ. അത് മുളക് പൊടി ഇടാതെയും വെക്കും, പച്ചമുളക് അരച്ചിട്ട് ഞാൻ മോരുകറി വെക്കും കേട്ടോ. മോരുകറി 2-3 മോഡലിൽ വെക്കും. ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വെന്ത് കിട്ടാൻ ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങ, നല്ല ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മോരുകറിക്ക് കുറച്ച് തേങ്ങ മതി കേട്ടോ. ഞാൻ കുറച്ച് തേങ്ങ ചേർക്കാറുള്ളൂ. നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട്. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഞാൻ മോരുകറി വയ്ക്കാം. കുറച്ച് മോര്, തൈരാട്ടോ. ഈ തൈരൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ചേക്കണ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ അരപ്പ് ഞാൻ മോരുകറി വെക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. തേങ്ങ അരച്ചത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തവിയും കൊണ്ട് നന്നായിട്ട് ഇളക്കി ഈ അരപ്പൊന്ന് വേവിച്ചെടുക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് കറി കേടായി പോകും. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തൈര് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് എടുത്തായിരുന്നു കണ്ടോ. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ച് കൊടുത്തിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പയ്യൊരു പത വരുമ്പോൾ നമുക്കിതൊന്ന് മാറ്റാം. ഇത് ഞാൻ ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ മോരൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കേണ്ട, തിളച്ചാൽ പിരിഞ്ഞു പോകും. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മോരുകറിക്ക് അത്യാവശ്യം ഉപ്പ് വേണം കേട്ടോ. ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനിതൊന്ന് പയ്യൊന്ന് ചൂടാവുന്നവരെ തിളയ്ക്കരുത്. തിളച്ചാൽ പിരിഞ്ഞു പോകും. മുകളിലൊരു പയ്യൊരു പത വരുമ്പോൾ നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മോരുകറി പയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചൂറ്റണം. താളിക്കാനായിട്ട് ചുവന്നുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഉള്ളിയൊക്കെ പയ്യെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ആദ്യമേ വറ്റൽമുളക് ഇട്ടാൽ കരിഞ്ഞു പോകും കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അന്നേരം ഫ്ലെയിം ഓഫ് ആക്കണം. കുറച്ച് മുളക് പൊടി മതി കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇളക്കി മോരിലേക്ക് ഊറ്റി കൊടുക്കാം.
അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊന്നുമില്ലാത്ത അടിപൊളി മോരുകറി റെഡി ആയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ടാറ്റാ.